പ്രസംഗിക്കുക എന്നുള്ളത് കാൾ ലൂയിസിന്റെ ഒപ്പം 100 മീറ്റർ ഓടാൻ പറയുന്നത് പോലെയാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അദ്ദേഹത്തെ പോലെ മലയാളത്തിന്റെ സകല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് മലയാള ഭാഷയെ അക്ഷരാർത്ഥത്തിൽ അമ്മാനമാടിക്കൊണ്ട് അനർഘനിർഗം വാക്കുകൾ പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു ഊർജത്തിന്റെ ഒരു ഊർജപ്രവാഹമായി നിലകൊള്ളുന്ന അബ്ദുൾ സമദ് സമദാനിക്ക് ശേഷം ഈ എളിയവർ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഒരു വലിയ പാരാമീറ്റർ സൃഷ്ടിച്ചാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ വാക്കുകൾ മാത്രമാണ് പറയാനുള്ളത്. അദ്ദേഹത്തോടൊപ്പം എന്നെ താരതമ്യം ചെയ്യരുത് എന്നാണ് ആദ്യമായി അപേക്ഷിക്കുന്നത്. അപ്പുറത്ത് എന്റെ ഈ കോൺഗ്രസ് പ്രവേശനത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഇപ്പൊ ഞാനിവിടെ ഇരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ആത്മവിശ്വാസവും അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ വാക്കുകളും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോ ഒരുപാട് നേതാക്കൾ ഇരിക്കുന്നുണ്ട്, ലത്തീഫ് ഉൾപ്പെടെ, ഷംസുൽ ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. പക്ഷെ ഇവിടെ കടന്നു വന്നപ്പോഴൊരു പ്രത്യേകത, വാസ്തവത്തിൽ രണ്ട് പാർട്ടികളിലാണെങ്കിൽ പോലും ഇവിടെയുള്ള പല ആളുകളുമായിട്ടും വളരെ ഗാഢമായിട്ടുള്ള ഒരു ആത്മബന്ധം എത്രയോ കാലമായിട്ടുള്ള ഒരാളാണ്. അവിടെ കുതിപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഗഫൂറുണ്ട്. അദ്ദേഹം നേരത്തെ ചന്ദ്രികയിൽ ലേഖകനായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മണ്ണാർക്കാട് ജന്മഭൂമിയിലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വാർത്തകളൊക്കെ അയക്കുന്നത്, അതുകൊണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ വളരെ വ്യക്തിബന്ധം ഉള്ള ഒരുപാട് മനുഷ്യർക്കിടയിലേക്കാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയാ, ഒരു തരത്തിലുള്ള സങ്കോചവും അനുഭവപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള ഞാൻ എവിടെയോ ഒരു അന്യഗ്രഹത്തിലേക്ക് എത്തിപ്പെട്ട ഒരു തരത്തിലുള്ള ഫീലിംഗുമില്ല. നേരത്തെ സമദാനി സാഹിബ് പറഞ്ഞതുപോലെ ശരിക്കും ഒരു ഹോം കമ്മിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് രാവിലെ ഈ കേരളത്തിന്റെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലാളായിട്ടുള്ള പാണക്കാട്ടെ കുടുംബത്തിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള സ്വീകരണം വാസ്തവത്തിൽ എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെയുള്ള ഒരു സ്വീകരണം എന്റെ ജീവിതത്തിൽ കിട്ടാതെ അത്രയും നല്ല സ്വീകരണം കിട്ടി. ഞാൻ അവിടെ വെച്ച് പറയുകയുണ്ടായി, ഞാന് BJPയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോന്നപ്പോ ബഹുമാനായിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവിടെ ഒരു വലിയ കസേര കിട്ടട്ടെ എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു നാക്ക് പൊന്നായി എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് വാസ്തവത്തിൽ ഇന്നൊരു വലിയ കസേര കിട്ടിയത് പാണക്കാട്ടെ തങ്ങളുടെ തൊട്ടടുത്ത് ഒരു കസേര കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് സുരേന്ദ്രേട്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സമദാനി സാഹിബൊക്കെ ഇന്ത്യൻ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ എന്നേക്കാൾ അവഗാഹമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇന്നലെ സുരേന്ദ്രേട്ടൻ എന്നെ ഉപമിച്ചത് ശിഖണ്ഡിയോടാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയോടാണ് സുരേന്ദ്രേട്ടൻ ഉപമിച്ചത്. അദ്ദേഹം പറഞ്ഞത് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട യുദ്ധം ചെയ്ത പോലെ എന്നാണ് പറഞ്ഞത്. ഞാൻ രാവിലെ പറഞ്ഞു, സുരേന്ദ്രേട്ട നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമ അമർചിത്ര കഥയെങ്കിലും വായിക്കണം. ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത കൗരവപ്പടയല്ല, പാണ്ഡവപ്പടയാ. അപ്പോ തെറ്റിദ്ധരിക്കില്ലേ? നമ്മുടെ ഈ ഹിന്ദുത്വത്തിന്റെ കാവലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തെറ്റുപറ്റാൻ പാടില്ലല്ലോ, കറക്റ്റായിട്ട് പറയണ്ടേ? അപ്പൊ നിങ്ങൾ ബാലരമ അമർചിത്ര കഥയെങ്കിലും പഠിച്ചിട്ട് പറയാൻ വരണം. ഇങ്ങോട്ട് ഒരു തഗ്ഗടിച്ചാൽ തിരിച്ച് 5 തഗ്ഗടിക്കാൻ കഴിയുന്നവനാണ് സന്ദീപ് വാര്യർ എന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലത്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇനി മുതൽ BJPയുടെ ഞാൻ അതിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ കുറ്റവും കുറവും നാട്ടിൽ പോയി പ്രസംഗിച്ചടക്കാനും പോകുന്നില്ല. എനിക്കതിന് താല്പര്യമില്ല. എന്താ വെച്ചാൽ ഞാൻ തല്ലിയിട്ട് ഇനിയിപ്പോ അവർ നന്നാവാൻ പോകുന്നില്ല. ഞാൻ എന്തിനാ അവരെ നന്നാക്കാൻ നടക്കുന്നത്? ഞാൻ ഇന്നു മുതൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ്. ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന, മല്ലികാർജുൻ ഖാർഗെ നേതൃത്വം കൊടുക്കുന്ന, KC വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം പറയുക എന്നതാണ് എന്റെ ദൌത്യം. ആ ദൌത്യവുമായി ഞാൻ മുന്നോട്ട് പോകും. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പ്രവർത്തിക്കും. അവിടെയൊക്കെ പോയി സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മതനിരപേക്ഷതയുടെ വാക്കുകൾ ഞാൻ ഈ
സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും വാക്കുകൾ ഇനി മുതൽ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. തൊട്ടപ്പുറത്തുള്ള നമ്മുടെ താമരക്കുളം അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ എല്ലാ വർഷവും പരിപാടിക്ക് വരാറുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അവിടെ ശാസ്ത്രാനും പരിപാടികൾ നടത്തുമ്പോൾ ഞാൻ എല്ലാ വർഷവും വരുന്ന ആളാണ്. പാലക്കാടിന്റെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് എനിക്കെതിരെ രണ്ട് കൂട്ടർ, CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒരേ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരേ സ്ഥലത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇവരിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചു, ഇവർക്ക് എന്തിനാണ് രണ്ട് സ്ഥാനാർത്ഥികൾ? ഇവർക്ക് രണ്ടു കൂട്ടർക്ക് ഒരു സ്ഥാനാർത്ഥി പോലെ. പലപ്പോഴും കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെറ്റിപ്പറഞ്ഞു പോകും. അതായത് BJP-യുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനെന്നും CPM-ന്റെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രനെന്നും പറയേണ്ട അവസ്ഥയുള്ളത്. പറഞ്ഞ് ആളുകൾ സ്വാഭാവികമായിട്ടും ശരിയാണെന്ന് തോന്നിപ്പോ. കാരണം രണ്ട് കൂട്ടരെയും പ്രസ്താവനകൾ ഒരേപോലെയാണ്, രണ്ട് കൂട്ടരെയും പ്രവൃത്തി ഒരേപോലെയാണ്. ഈ നാട്ടിൽ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ CPM-ന്റെയും BJP-യുടെയും ഒരു ഐക്യനിര പുറകിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. CPM BJP ബാന്ധവം ഏറ്റവും ആദ്യം പ്രകടമാക്കിയ സ്ഥലമാണ് പാലക്കാട് നഗരസഭ. ഞാനത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. 91 മുതൽ 95 വരെ CPM ലെറ്റർ പാഡിൽ കത്തെഴുതി കൊടുത്ത് അപേക്ഷിച്ച് BJP-യുടെ പിന്തുണ ഞങ്ങൾക്ക് തരണമേ എന്ന് കത്തെഴുതി കൊടുത്ത് ആ പിന്തുണ വാങ്ങി ഇവിടെ 5 കൊല്ലം CPM ഭരിച്ചിട്ടുണ്ട് പാലക്കാട് നഗരസഭ. അതാണ് പാലക്കാട് നഗരസഭയുടെ ചരിത്രം എന്ന് പറയുന്നത്.